ഇന്ന് ദുഃഖ ശനിയാഴ്ച. ഏവർക്കും ഓഷസ്റ്റാർ കുടുംബത്തിൽ നിന്നും ദുഃഖശനിയുടെ എല്ലാവിധ ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദുഃഖ ശനിയാഴ്ചയുടെ ആധ്യാത്മിക ചൈതന്യത്തിലേക്ക് നാം തിരിയുമ്പോൾ നമ്മുടെ ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറാത്തതുപോലെയോ വിശ്വസ്തതയും ആത്മാർത്ഥതയും ഫലം നൽകാത്തതുപോലെയോ തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിശബ്ദനായി പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടെത്താനുള്ള ദിനമാണ് ദുഃഖശനി എന്ന് നാം മറക്കല്ലേ. ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം പിതാവിനെ പരിപൂർണമായി അനുസരിച്ചു. എന്നാൽ താൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ പിതാവ് മൗനം ഭജിക്കുന്നു. നാം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെയല്ലേ ഇതുവരെയും അനുഗമിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്ന ദുഃഖശനി. നമ്മുടെ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. ശക്തി ക്ഷയിച്ചിട്ടും നഷ്ടമായ ഊർജമെല്ലാം വീണ്ടെടുത്ത് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമങ്ങൾ പിന്നെയും പരാജയപ്പെട്ടു. ദൈവം എനിക്കായി മിണ്ടുന്നു പോലുമില്ല. സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ, എൻ്റെ ദൈവമേ, അങ്ങ് ഉണർന്നെഴുന്നേറ്റു എനിക്കായി വാദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കേൾക്കാത്തതുപോലെ ഒരു ദുഃഖശനി. ഈശോയുടെ ഉയർപ്പിന് മുൻപായിരുന്നെങ്കിൽ ജീവിതത്തിലെയും ഇത്രയുമൊക്കെ അയാൾ ഞാനും നിങ്ങളും ഈ അവസ്ഥയിൽ പണ്ടേ അസ്തമിച്ചേനെ. എന്നാൽ 2025 വർഷങ്ങൾക്കപ്പുറം നാം ആഘോഷിക്കുന്ന ഈ ദുഃഖശനിക്ക് നിരാശയല്ല, പ്രത്യാശയാണ് നൽകാനുള്ളത്. എന്തെന്നാൽ ഈശോ ഉയർത്തെഴുന്നേറ്റല്ലോ. എന്നാൽ ഈ ദുഃഖശനിയാഴ്ച നമ്മോട് എന്താണ് പറയുന്നത്? ജീവിതം മോഹമാകുമ്പോൾ ഞാൻ എന്ത് വേണമെന്ന് മനസ്സിലാക്കാതെ പോകുന്നവരാണോ നാം? മനസ്സിനെ നേരെ നിർത്താൻ നമുക്ക് പിതാവായ ദൈവത്തിന് അവസരം നൽകാം. നമ്മിൽ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. തിരുസഭയിൽ ഇന്ന് നാം വേദനകളുടെ ദിനമായല്ല, മറിച്ച് നമ്മുടെ ജ്ഞാനസ്നാന വ്രത നവീകരണ ദിനമായാണ് ആചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദിനം തന്നെയാണ് അതിന് ഏറ്റവും യോജിച്ചത്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഖണ്ഡിക 2518 ഒരുവൻ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നയിക്കപ്പെടുന്ന തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തലങ്ങളാണ് അവയിലുള്ളത്: മനുഷ്യന്റെ കഴിവും ശ്രമവും. ദൈവം തൻ്റെ ശക്തിയിലും മഹത്വത്തിലും പ്രവർത്തിച്ചുകൊണ്ട് താനാണ് ദൈവമെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖശനി ഇവയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. എന്തെന്നാൽ ഇനിയും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം. ക്രിസ്തീയ വിശ്വാസം ജീവിക്കുവാനും വിജയിക്കുവാനും ഇത് തന്നെയാണ് ഏക വഴി. ദൈവഹിതത്തോടുള്ള അനുസരണവും അവിടുത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണവും. എൻ്റെ സമർപ്പണത്തിൽ പ്രത്യക്ഷത്തിൽ പ്രതിഫലം കിട്ടാതെ വന്നാലും അവിടുന്ന് എനിക്കായി പ്രവർത്തിക്കുന്നു. എന്നെ കുറെ കൂടെ തന്നോട് ചേർക്കാൻ ഒരുക്കുകയാണ് എന്ന സത്യം. ദൈവത്തിന് ഏത് സമയത്തും എത്രമാത്രം വലുതോ ചെറുതോ ആയി പ്രവർത്തിക്കാൻ ചെയ്യാനാകുമെന്ന് അവിടുത്തെ മഹത്വവും. ഇന്ന് നാം പുത്തൻ വെള്ളവും പുത്തൻ തീയുമായി നമ്മുടെ വിശ്വാസം പുതുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആശയങ്ങളും പ്രത്യാശയുമല്ല, ഈശോയുടെ തിരുമുൻപിലുള്ള സമ്പൂർണ്ണ സമർപ്പണവും അവിടുത്തെ ഹിതത്തോട് സദാ തുറവിയുള്ള ഹൃദയവുമായി നമ്മുടെ ഹൃദയം മാറുവാനുമാണ് ആഗ്രഹിക്കേണ്ടത്. അത് നമ്മുടെ ശ്രമമല്ല, പരിശുദ്ധാരോഗ്യയുടെ ദാനമാണ്. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാകില്ല എന്ന ഹൃദയപൂർവ്വം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാം. ഈ ദുഃഖശനി ഈശോ നമുക്ക് കാട്ടിത്തന്ന മാതൃക പോലെ എൻ്റെ പിതാവ് എനിക്കായി വാദിക്കും, അവിടുത്തെ പദ്ധതികൾ മഹത്തരമാണ് എന്ന് ഹൃദയത്തിൽ അംഗീകരിക്കാം. പരിശുദ്ധ കത്തോലിക്ക വിശ്വാസം ശാന്തമായി ജീവിക്കാനും പ്രത്യാശയുള്ള ഹൃദയത്തോടെ പിതാവ് നമ്മെ ഉയർപ്പിക്കുന്നത് കാത്തിരിക്കാനും നമുക്കാവട്ടെ. ഏവർക്കും ഓഷസ്റ്റാർ കുടുംബത്തിൽ നിന്നും ഏറെ സ്നേഹത്തോടെ
നമ്മുടെ ജ്ഞാനസ്നാന വ്രത നവീകരണത്തിന്റെയും ദൈവഹിതത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ആത്മീയ ചൈതന്യം ആശംസിക്കുന്നു. നമ്മെ എല്ലാവരെയും ഈശോ അവിടുത്തെ സ്വന്തമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ സദാ ആരാധിക്കപ്പെടട്ടെ. ആമേൻ.